കമൽ കൂടി ചേരുന്നുണ്ട്. കമൽ, എന്താണ് സംഭവിച്ചത്? തണ്ണീർക്കൊമ്പനെ രാമപുര ക്യാമ്പിൽ എത്തിച്ച ശേഷമാണോ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടത്? അതായത് അങ്ങോട്ടേക്കുള്ള യാത്രയിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടായിരുന്നോ? എന്താണ് വനം വകുപ്പ് പറയുന്നത്? അഞ്ജിത, കർണാടക വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കേരള വനംവകുപ്പ് ആനയെ കൈമാറിയ ശേഷം ലോറിയിൽ തന്നെ ഈ ആന കുഴഞ്ഞു വീണു എന്ന വിവരമാണ് കർണാടക വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. ഇവിടെ നിന്ന് ആനയ്ക്ക് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി ഒന്നും സൂചനയുണ്ടായിരുന്നില്ല. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷമാണ് മാനന്തവാടിയിൽ നിന്ന് ഈ എലിഫന്റ് ആംബുലൻസ് പുറപ്പെട്ടത്. ആ സമയത്തൊന്നും ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടില്ല. മുത്തങ്ങ അതിർത്തി വരെ കേരള വനംവകുപ്പാണ് ആനയെ എത്തിച്ചത്. അപ്പോഴും അവിടെ നിന്ന് DFO നൽകിയ പ്രതികരണം നമ്മളടക്കം കൊടുത്തതാണ്. അതിലും ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി കർണാടക വനംവകുപ്പിന്റെ വിശദീകരണമാണ് വരേണ്ടത്. എന്തായാലും രണ്ട് കേരള വനംവകുപ്പും കർണാടക വനംവകുപ്പും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ രണ്ടാഴ്ചക്കിടെ രണ്ടാം തവണയാണ് എന്തായാലും ആനയെ മയക്കുവെടി വെച്ചത്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നുള്ള കാര്യം ഒക്കെ പരിശോധിക്കേണ്ടി വരും. ഇന്നലെ പകൽ മുഴുവൻ ആന മാനന്തവാടിയിലായിരുന്നു. വൈകിട്ട് 5:30യോടെയാണ് ആദ്യ റൗണ്ട് മയക്കുവെടി വെക്കുന്നത്. അത് കഴിഞ്ഞ് ആനയ്ക്ക് ഒരു ബൂസ്റ്റർ ഡോസ് കൂടി നൽകേണ്ടി വന്നു. അതിനുശേഷമാണ് ലോറിയിലേക്ക് കയറ്റിയത്. ആ സമയത്തൊക്കെ ഈ മരുന്ന് നൽകിയതിന്റെ ഒരു മയക്കമല്ലാതെ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വനംവകുപ്പിന്റെ വെറ്ററിനറി ഓഫീസർ അജേഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ളവർ ആനയെ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ്. ആ സമയത്ത് എന്താണെങ്കിലും അവിടെ എത്തിയതിനു ശേഷം, അതായത് അതിർത്തി കടന്ന് വാഹനം മുന്നോട്ട് നീങ്ങിയതിനു ശേഷം ആന ലോറിയിൽ കുഴഞ്ഞു വീണു എന്ന വിവരമാണ് ഇപ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്നത്. കമൽ, ഇപ്പൊ അരിക്കൊമ്പന്റെ കേസിലൊക്കെ നമുക്കറിയാം 3-4 ഡോസൊക്കെ മയക്കുവെടി വെച്ചിട്ടുണ്ട്. അപ്പോ ഈ തണ്ണീർക്കൊമ്പന്റെ കേസിലേക്ക് അതിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കുമല്ലോ മയക്കുവെടി വെക്കുക. അപ്പോൾ അതിൽ അപ്പൊ 2 ആഴ്ചക്കിടെ 2 തവണ നൽകി, അതിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ? അതോ ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള പരിക്ക് ഇങ്ങനെ ആനയുടെ ജീവൻ നഷ്ടമാകുന്നതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ഇനി കാത്തിരിക്കണം അല്ലേ? എന്തായാലും ഇന്നലെ ഈ വനം വകുപ്പ് ഉൾപ്പെടെ ഈ തണ്ണീർക്കൊമ്പന്റെ ആരോഗ്യത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്ക പങ്കുവച്ചിരുന്നോ? ഇന്നലെ അത്തരത്തിലുള്ള ഒരാശങ്കയും പങ്കുവച്ചിരുന്നില്ല. എന്തായാലും ഇന്ന് ഈ കർണാടക വനംവകുപ്പ് അധികൃതരാണ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തേണ്ടത്. അതിനുശേഷമാകും ഇതിന്റെ വ്യക്തമായ കാരണം നമുക്ക് പറയാൻ കഴിയുക. മറ്റെന്തെങ്കിലും പരിക്ക് പറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ലോറിയിലേക്ക് കയറ്റുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കമൽ? അത്തരത്തിൽ ഒരു പരിക്കും പറ്റിയതായി നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം സാധാരണ നിലയിൽ ചെയ്യുന്നത് പോലെ തന്നെ മയക്കുവെടി വെച്ച ശേഷം കുങ്കിയാനകൾ തള്ളി കൊണ്ടുവരുന്നു, വടം ഉപയോഗിച്ച് ലോറിയിലേക്ക് കയറ്റുന്നു. എന്തെങ്കിലും അസാധാരണമായ ഒന്നും ആ സമയത്ത് സംഭവിച്ചിരുന്നില്ല. ആനയ്ക്ക് അങ്ങനെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊന്നും ആ സമയത്ത് നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആനയെ വാഹനത്തിൽ കയറ്റിയ ശേഷം പ്രാഥമിക പരിശോധന അവിടെ വെച്ച് നടത്തിയതുമാണ്. പക്ഷേ എന്താണ് പിന്നീട് സംഭവിച്ചത് എന്ന വ്യക്തമല്ല. ഈ ആന കുറേ ദൂരം സഞ്ചരിച്ചതാണ്. ബന്ദിപ്പൂരിൽ നിന്ന് നാഗർഹോള വഴിയൊക്കെ മാനന്തവാടി ഭാഗത്തേക്ക് എത്തിയതാണ്. അതുകൊണ്ട് തന്നെ ആനയുടെ ആരോഗ്യനില, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ആനയ്ക്ക് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം അടക്കം പരിശോധിക്കേണ്ടി വരും. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ കർണാടക വനം വകുപ്പാണ് നടത്തുക. അതിനുശേഷമാകും ഈ മരണകാരണം, ആന ചെരിയാനുള്ള കാരണം എന്താണെന്ന വ്യക്തമായ ഒരു സൂചന ലഭിക്കുകയുള്ളൂ. എന്തായാലും ഇന്നലെ പകൽ മുഴുവൻ നീണ്ട ഒരു ഓപ്പറേഷൻ വിജയിച്ചതിന്റെ ഒരു ആശ്വാസത്തിലായിരുന്നു വനംവകുപ്പ്. പക്ഷേ ഇപ്പോൾ ആന ചെരിഞ്ഞു എന്ന വാർത്തയാണ് വരുന്നത്. ഇനിയിപ്പോൾ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തണം. എന്തായാലും ഇരു സംസ്ഥാനങ്ങളും സംയുക്തമായി അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം തന്നെ നടത്താനാണ് സാധ്യത. മാത്രമല്ല, ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ കോടതിയുടെ വ്യവഹാരങ്ങൾക്ക് വിധേയമാണ്. അരിക്കൊമ്പന്റെ വിഷയത്തിലും PM2ന്റെ വിഷയത്തിലും ഒക്കെ നമുക്കറിയാം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ഓപ്പറേഷന് പിന്നാലെ ആന ചെരിയാനിടയാക്കിയ സംഭവം തീർച്ചയായും കോടതിയിലടക്കം വിശദീകരിക്കേണ്ട ഒരു ബാധ്യത വനംവകുപ്പിന് ഉണ്ടാകും. അക്കാര്യത്തിൽ വിശദമായ പരിശോധനയും അന്വേഷണവും തന്നെ നടത്തേണ്ടി വരും.